വല്യേട്ടാ എന്താ വല്യേട്ടാ ഇത്? അനിയൻ കുഞ്ഞെ, നിനക്ക് എന്താടാ പറ്റിയത്? ട്രീറ്റ്മെന്റ് ലക്ഷ്യം കണ്ടു തുടങ്ങിയിരിക്കുന്നു. കരഞ്ഞവൻ ചിരിക്കുന്നു, ചിരിച്ചവൻ കരയുന്നു. ഇതാണോ നീ കണ്ടെത്തിയ ലക്ഷ്യം? നമുക്ക് ഇവരെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കാണിക്കാൻ സുന്ദരേശ. വല്യേട്ടാ, അനിയൻ കുഞ്ഞെ, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഇവർ ആശുപത്രിയിലേക്ക് വരില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ താമസിച്ച് ചികിത്സിക്കുന്നത്. നിന്നോട് എനിക്ക് ഞെട്ടിപ്പിക്കുന്ന രഹസ്യങ്ങൾ പറയാനുണ്ട്. നീ വന്നേ. ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ട് നീ എടുക്കണം. രണ്ടുപേർക്ക് ഭ്രാന്ത് പിടിച്ചതല്ല ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. എന്തോ ലക്ഷ്യം സാധിക്കാൻ വന്ന ഒരു ആത്മാവ്, ഒരു ഈവിൾ സ്പിരിറ്റ്, ഒരു പരട്ട പ്രേതം ഈ കൊട്ടാരത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. എക്സാക്ട്ലി, ഇറ്റ് ഈസ് ട്രൂത്ത്. ഈ പൂവിന്റെ പേരെന്താ? ഇതാണ് ചെമ്പകപ്പൂ. അച്ഛൻ വരുമ്പോ ഈ പൂക്കളോണ്ട് ഒരു ബൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. എവിടെ പോവാ? അല്പം ധൃതിയില്ല. അരേമിക്കെന്ന് അല്ല, അമേരിക്കൻ കുവൈറ്റിൽ മോളെ അമ്മ വന്നിട്ടുണ്ട്. ആഹാ, വന്നോ? എന്നിട്ട് എവിടെ? വട്ടന്മാരുടെ അല്ല, വട്ടുപിടിച്ച അമ്മയുടെ മുറിയിലുണ്ട്. ഞാൻ പൊയ്ക്കട്ടെ. ഞങ്ങൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടിയ ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇവിടെ പ്രേതം വന്നിട്ട് പോയേ. ഈ കൊട്ടാരം മുഴുവൻ പ്രേതങ്ങളാണ്. ഉത്സവമാണ്. ഞാൻ പഠിച്ച മാന്ത്രിക് മാത്തമാറ്റിക്സ് നോക്കുമ്പോൾ തമ്പുരാക്കന്മാരുടെ ശബ്ദം. അതെ, എന്റെ ട്രീറ്റ്മെന്റ് മനസ്സ് തുടങ്ങിയിരിക്കുന്നു. ഇനി എല്ലാം ഞാനേറ്റു. പ്രേതങ്ങളുടെ സമ്മേളനം എന്ത് പറ്റിയാലെന്ത് തമ്പുരാക്കന്മാർ മിണ്ടിയല്ലോ. അമ്മുക്കുട്ടി, ശവങ്ങളാണ് ആ ശവങ്ങൾ. അയ്യോ ഡോക്ടറെ, ഓടി വരണേ. ഇവർക്ക് ഭ്രാന്ത് കൂടിയേ. ഇനി ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കണം. നിങ്ങളെ സംസാരിപ്പിക്കാൻ കഴിഞ്ഞ എനിക്ക് ഇനി പലതും ചെയ്യാൻ സാധിക്കും. ഇതേതായി മുഴുപ്രാന്തൻ? അയ്യോ, ഇത് ഭ്രാന്തനല്ല. ഇദ്ദേഹമാണ് നിങ്ങളുടെ അസുഖം ഇത്രയെങ്കിലും ചികിത്സിച്ച് ഭേദമാക്കിയ ഡോക്ടർ സുന്ദരേശൻ. മൈ ഡിയർ പേഷ്യൻസ്, ഇനി നിങ്ങളുടെ ഭ്രാന്ത് ഞാൻ മൊത്തത്തിൽ മാറ്റിത്തരാം. അനിയ മഹേന്ദ്ര, ഞങ്ങൾക്ക് ഭ്രാന്തില്ല. ഞങ്ങൾ കണ്ടതാ ഒരു വലിയ പെട്ടിയിൽ 2 ശവങ്ങൾ. ഇന്ദുവിനെ അമ്മുക്കുട്ടിയും പോലെ ഇരുന്നു ആ 2 ശവങ്ങളും. ഞങ്ങളെ തള്ളി കുഴിയിലേക്കിട്ടു. അവിടുന്ന് വെള്ളത്തിൽ പൊക്കി കറക്കി, പിന്നെ കരയിലേക്കിട്ടു. അയ്യോ, പറഞ്ഞാലും തീരില്ല. എവിടെ അവൾ? അവളെ ചുട്ട് കരിക്കണം. സംസാരശേഷി തിരിച്ചു കിട്ടിയെങ്കിലും ബുദ്ധിസ്ഥിരത ഇല്ലെന്ന് തോന്നുന്നു. കൂടുതൽ വയലന്റ് ആയിരിക്കുകയാണ്. എപ്പോ വേണമെങ്കിലും ആക്രമണം പ്രതീക്ഷിക്കാം. നീ ഞങ്ങളെ വിട്ടേക്കരുത്. മുറിക്കൊണ്ട് കത്തിക്കോളൂ. ഞാനിപ്പോരാ. മയക്കുമടി വെച്ചില്ലെങ്കിൽ ഇവന്മാരുടെ ആഫീസ് പൊട്ടിക്കും. മഹേന്ദ്ര, നീയെങ്കിലും വിശ്വസിക്കും. ഞങ്ങളുടെ ഭ്രാന്തൊക്കെ മാറി. ഏതെങ്കിലും ഭ്രാന്തന്മാര് പറയോ ഭ്രാന്ത് മാറിയെന്ന്? ശരി, ഞങ്ങൾക്ക് ഭ്രാന്ത് തന്നെ. ചുമ്മാ ഇരിക്കാൻ. ഞങ്ങൾക്ക് ഭ്രാന്തില്ല. അയ്യോ, അവരെ കമഴ്ത്തിക്കെടുത്തു. അങ്ങോട്ട് കിടക്ക്. ആ മുണ്ടൊന്ന് വെക്കിക്കേ. അയ്യോ, എന്തിനാ മുണ്ട് നോക്കുന്നേ? അയ്യോ, കുത്തിവെക്കല്ലേ, ഞങ്ങൾക്ക് വട്ടൊന്നുമില്ല. വേണ്ട വേണ്ട. എന്റെ ചന്തിക്ക് കുത്തരുതെന്ന് പറ. കൊച്ചു പിള്ളേരെ പോലെയാ കരച്ചിൽ. എന്നെ കുത്തി. ചിരിച്ച് പേടിപ്പിക്കൽ
നടക്കില്ല മഹേന്ദ്ര. ഒന്നാമത് തന്നെ ഈ കൊട്ടാരത്തിൽ പ്രേതാത്മാക്കൾ അലഞ്ഞു തിരിയുന്നുണ്ടെന്നാണ് എന്റെ കണക്കുകൂട്ടൽ. നിന്റെ കണ്ണിലേക്കൂടി നോക്കുമ്പോ എനിക്ക് ആകെ ഒരു അങ്കലാപ്പ്. എന്നെ മന്ത്രശക്തി പഠിപ്പിച്ച എന്റെ ഗുരുനാഥനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നിന്നെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു, സത്യം. ഇതൂടെ അങ്ങ് പിടിപ്പിക്കേ, അപ്പൊ നിന്റെ പേടിയൊക്കെ അങ്ങ് പോവും. എന്നിട്ട് നീ പറഞ്ഞു വന്ന കാര്യം പറ. ഏത് കാര്യം? നമ്മുടെ വിനോദിന്റെ കാര്യം. അത് സംഗതി എ സർട്ടിഫിക്കറ്റ് ആണല്ലേ. ആ നിന്റെ അനന്തരവനില്ലേ, അവൻ ആള് ശരിയല്ല. അവൻ ഭാര്യ മരിച്ച ദുഃഖത്തിലാണെന്ന് പറഞ്ഞ് അഭിനയിക്കല്ലേ. നല്ലൊരു കിളി പോലത്തെ പെങ്കൊച്ചിനെ വെപ്പാട്ടിയാക്കി വെച്ചിട്ട് അവനങ്ങോട്ട് സുഖിക്കല്ലേ. ഏത് പെണ്ണ്? ഇവിടുത്തെ വേലക്കാരത്തി പെണ്ണ്. നീ അവളെ കണ്ടിട്ടില്ലേ? ഇല്ല. കണ്ടാ നീ പിന്നെ തിരിച്ച് ഗൾഫിലേക്ക് പോകത്തില്ല. അപ്സരസല്ലേ അവള്, അപ്സരസ്. കാര്യം വിനോദത്തിന് കാശ് തന്നിട്ടാ എന്നെ ഇവിടെ കൊണ്ടുവന്നെങ്കിലും സത്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അവളാള് പെശക. ഒന്നും മുട്ടിയാ നമുക്കും കിട്ടും. മുട്ടിയാ കിട്ടൂന്ന് പറഞ്ഞോളൂ. അപ്പോഴൊക്കെ അവൾ ഇങ്ങോട്ട് വന്ന് മുട്ടിയേക്കണം. നോക്കിയേ, നോക്കടാ. സാറുമാർക്ക് കുടിക്കാൻ വെള്ളം വേണോന്ന് ചോദിക്കാൻ വന്നതാ. സംഗതി അവൾ എന്തിനും റെഡിയാ, മുതലാക്കിക്കോ. ഞാൻ നിന്നെ കാണാൻ ഇരിക്കുകയായിരുന്നു. ആ വെള്ളം അങ്ങ് മുറിയിലേക്ക് വെച്ചേക്ക്. ആ നീ ഇവിടെ ഇരിക്കേ. ആൾ ദി ബെസ്റ്റ് അളിയാ. താങ്ക് യു. യവനസുന്ദരി എന്നൊക്കെ ഞാനിതുവരെ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പതാ എന്റെ കൺമുമ്പിൽ വന്ന് നിൽക്കുന്നു. സത്യം പറയട്ടെ, ഈ ലോകം മുഴുവൻ കറങ്ങിയിട്ടുള്ളവനാണ് ഞാൻ. പക്ഷേ നിന്നെപ്പോലൊരു സുന്ദരിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. എന്നെ അത്രയ്ക്ക് ഇഷ്ടായോ? ഇഷ്ടമായോന്നു? ഒരുപാട് ഒരുപാട്. മഹേന്ദ്രൻ പെട്ടെന്ന് അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല. അത്രയ്ക്ക് ഇഷ്ടായെങ്കിൽ തമ്പുരാൻ എന്നെ കല്യാണം കഴിക്കോ? വേണ്ടി വന്നാൽ ഇതുപോലൊരു സുന്ദരി പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചെന്നും ഇരിക്കും. എന്താ ചിരിച്ചത്? വിശ്വാസം വരുന്നില്ലേ? അതല്ല, തമ്പുരാൻ എന്നെ കല്യാണം കഴിച്ച നമുക്ക് ആദ്യം ജനിക്കുന്ന കുഞ്ഞിന്റെ നക്ഷത്രം കാർത്തികയാണെങ്കിലോ? ആ കുഞ്ഞിനെ തമ്പുരാൻ കൊല്ലില്ലേ? ആരാ നീ? നിനക്കറിയണല്ലേ? ഞാൻ ഈ കൊട്ടാരത്തിലെ ഗസ്റ്റാ. രാജകുമാരൻ ചികിത്സിക്കുന്ന ഡോക്ടർ. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? അയ്യോ, എന്താ എന്തോ? എന്നെ ഇവര് അവൾ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ്. ഷീസ് നോട്ട് എ ഗേൾ, ഷീസ് എ ഗോസ്റ്റ്. ഷട്ട് അപ്പ്. അവള് പ്രേതമാണെന്ന പല്ലവി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അവള് പ്രേതം, എന്റെ മോള് പ്രേതം, നാളെ ഞാനും പ്രേതമാണെന്ന് നിങ്ങൾ പറയും. മിസ്റ്റർ വിനോദ്, ഈ കൊട്ടാരം മുഴുവൻ പ്രേതങ്ങളാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. എനിവേ, നിങ്ങൾ ആ പെണ്ണായിട്ട് അടുക്കാൻ പോകണ്ട. സൂക്ഷിക്കണം, അവൾ അസ്ഥി വരെ തിന്നും. നിർത്തണോ? ആ പെങ്കൊച്ചിനെ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച എനിക്ക് വീണ്ടും പഴയ വിനോദാവേണ്ടി വരും. 4 വർഷം മുമ്പ് തെരുവിലെറിഞ്ഞിട്ട് പോകുന്ന എന്റെ പഴയ സ്വഭാവം എന്നെ കൊണ്ട് ഇനി എടുപ്പിക്കരുത്. ഞങ്ങളെ രണ്ടുപേരും ഭ്രാന്തന്മാരെന്ന് മുദ്ര കുത്തി ബാക്കിൽ സൂചി കുത്തിക്കയറ്റി മയക്കി കിടത്തിയില്ലേ? അനുഭവിച്ചോ?
ഇവളങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എന്റെ ഗുരുനാഥന്റെ മന്ത്രശക്തി കൊണ്ട് ഞാൻ അവളെ തളക്കും.